കർത്താവിൻ്റെ ധന്യ തിരുനാമം ഈ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് വീണ്ടും ഒരു ദിവസം കൂടെ പ്രവേശിക്കാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്ന മറക്കാനാകാത്ത ഈ നല്ല സമയത്തെ ഓർത്ത്, അനുഭവത്തെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് വളരെ 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 സ്നേഹിക്കുന്ന നിങ്ങളെ എല്ലാവരെയും അഭിസംബോധന ചെയ്യാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ കൂടെ ദൈവം നൽകിയ അവസരത്തെ ഓർത്ത്, പരിശുദ്ധാത്മാവ് എനിക്ക് വേർതിരിച്ച സമയത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഓരോ ദിവസത്തെയും ഈ കൂട്ടായ്മയിലെ നമ്മുടെ ഈ എഫദാ ഇൻ ജീസസ് മിനിസ്ട്രീസിൽ, ഈ കുടുംബത്തിൽ നമ്മളെല്ലാവരും ഫാമിലിയാണ്. ഈ ഫാമിലിയുടെ നടുവിൽ ദൈവം ചെയ്യുന്ന ഒത്തിരി വലിയ വലിയ അനുഭവങ്ങളെ നിങ്ങൾ ഞങ്ങളെ സന്ദേശങ്ങളിലൂടെയും വിളിച്ചുമൊക്കെ അറിയിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് തൻ്റെ സാന്നിധ്യത്താൽ കവർ ചെയ്യുന്നതിനെ ഓർത്തും, നിങ്ങളെ അവിടുന്ന് തൊടുന്നതിനെ ഓർത്തും, സൗഖ്യമാക്കുന്നതിനെയൊക്കെ ഓർത്തും ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പലരുടെയും മാനസിക മുറിവുകൾ കർത്താവ് ഈ ദിവസങ്ങളിൽ ഉണക്കിക്കൊണ്ടിരിക്കുന്നു. പലരുടെയും രോഗങ്ങൾ കർത്താവ് സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. പലരുടെയും പ്രതീക്ഷയില്ലായ്മകൾ കർത്താവ് പരിഹരിച്ചു കൊണ്ടിരിക്കുന്നു. പലരുടെയും പ്രാർത്ഥന കുറവുകൾ മാറി അവർ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുന്നു. ഒത്തിരി രൂപാന്തരങ്ങൾ ദൈവം ഇതിനകത്തുകൂടെ പുതിയതും പഴയതുമായ സന്ദേശങ്ങളിലൂടെ ഓരോ ദിവസവും ജനത്തിൻ്റെ നടുവിൽ ചെയ്യുന്ന വലിയ ദൈവസ്നേഹത്തെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾക്കൊരു മാറ്റവും ഇല്ലാതെ രാവിലെ 6:30-ക്കും വൈകിട്ട് 6:30-ക്കും ദൈവവചന സന്ദേശം എല്ലാ ദിവസവും നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ നൽകുന്നത്. കാരണം ഏതോ ഒരു പകലിൽ, ഏതോ ഒരു പ്രഭാതത്തിൽ 6:30 മണിക്ക് നടത്തിയ മീറ്റിംഗ് ഇന്നും പലരെയും തൊടുന്നുണ്ട്. ഏതോ ഒരു വൈകുന്നേരം 6:30 മണിക്ക് നടത്തിയ മീറ്റിംഗ് ഇന്നും പലരെയും സ്വാധീനിക്കുന്നുണ്ട്. അതിനകത്തൂടെ അഭിഷേകം ചലിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ ദിവസത്തെ സന്ദേശത്തിലും ഇതിനകത്ത് ഒത്തിരി ദൈവമക്കൾ പങ്കെടുക്കുന്നു. നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കുന്നു. നിങ്ങൾ പലർക്കും ഈ മീറ്റിംഗ് ഷെയർ ചെയ്ത് കൊടുക്കുന്നു. നിങ്ങൾ പലർക്കും ലിങ്ക് അയച്ചു കൊടുക്കുന്നു. നിങ്ങളുടെ ആ സഹകരണത്തെയും, നിങ്ങളുടെ ആ മനോഭാവത്തെയും, നിങ്ങളുടെ ആ മനസ്സിനെയും എല്ലാം ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഇന്നത്തെ ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും തികഞ്ഞ പ്രത്യാശയോടും ഭയത്തോടും ഭക്തിയോടും കൂടെ ജോയിൻ ചെയ്തിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ എൻ്റെ സ്നേഹാദരവുകൾ ഞാൻ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ഇന്ന് സ്പർശിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകാൽ ഇന്ന് ഞങ്ങളുടെ കൂടെ പുതിയതായി ഒത്തിരി പേർ ജോയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും ഞങ്ങളുടെ ഈ ഫാമിലിയിലേക്ക് ഹാർദവമായ സ്വാഗതം. ദൈവം നിങ്ങളെയും ഇന്ന് സ്പർശിക്കട്ടെ. ദൈവം നിങ്ങളോട് എല്ലാവരോടും ഇന്ന് ഹൃദ്യവും വ്യക്തവുമായി സംസാരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് നമ്മുടെ മധ്യത്തിൽ വ്യാപിക്കാൻ പോകുന്നു. അതിനുവേണ്ടി എല്ലാവരും തയ്യാറെടുക്കുക. ആമേൻ. തിരുവെഴുത്തുകൾ നിങ്ങൾ തുറക്കുക. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ സ്വീകരിക്കാൻ നിങ്ങൾ തന്നെ ശരീരങ്ങൾ വിട്ടുകൊടുക്കുക, മനസ്സ് വിട്ടുകൊടുക്കുക. ഇതിൻ്റെ നടുവിൽ ആത്മാവ് ആരെയൊക്കെയോ തൊടാൻ ആഗ്രഹിക്കുകയാണ്. ഇതിൻ്റെ നടുവിൽ പരിശുദ്ധാത്മാവ് ആരെയൊക്കെയോ നിറയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. വെറുതെ ഒരു സന്ദേശം കേട്ടുപോകാൻ ദൈവം നിങ്ങളെ വിളിച്ചിട്ടില്ല, കൊണ്ടുവന്നിട്ടില്ല. വെറുതെ ഇന്നത്തെ ഒരു മീറ്റിംഗ് കൂടി എന്ന ഒരു സമാധാനത്തോടെ പോകാൻ കർത്താവ് ആരെയും ഇതിനകത്ത് കൊണ്ടുവന്നിട്ടില്ല. ഇന്ന് ഈ നിഴലിൻ്റെ കീഴിൽ ആരെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ അവൻ ഈ നിഴലിനകത്തുനിന്നൊരു സാന്നിധ്യം അനുഭവിച്ചിരിക്കും. ഇന്ന് എഫദാ ഇൻ ജീസസ് മിനിസ്ട്രീസിന്റെ ഈ ഒരു പ്ലാറ്റ്ഫോമിനകത്ത്, ഈ ഒരു പുതപ്പിനകത്ത്, ഈ ഒരു അഭിഷേകത്തിനകത്ത് ആരെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇതിനകത്തുനിന്ന് നിന്നെ സാന്നിധ്യം തൊട്ടിരിക്കും. ആ സാന്നിധ്യത്തിനകത്താണ് നിന്റെ നന്മയ്ക്ക് തടസ്സം നിൽക്കുന്ന ബന്ധനം അഴിയുന്നത്. ആ സാന്നിധ്യത്തിനകത്താണ് നിന്റെ മുന്നേറ്റത്തെ തടയുന്ന കയറുകൾ കരിയുന്നത്. ആ സാന്നിധ്യത്തിനകത്താണ് നിങ്ങൾ രൂപാന്തരപ്പെടുന്നത്. ആ സാന്നിധ്യത്തിനകത്താണ് പരിശുദ്ധാത്മാവിൽ നിങ്ങൾ നിറയുന്നത്. ഓ ഷാരാധാര മഹസിയാർത്ഥനഗമനഘടക. ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ അധ്യായം. ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ അധ്യായം അതിൻ്റെ 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ അധ്യായം 15 മുതൽ 18 വരെയുള്ള അനുഗ്രഹിക്കപ്പെട്ട തിരുവചനം. യഹോവയുടെ ദൂതൻ രണ്ടാമതും ആകാശത്തു നിന്ന് അബ്രഹാമിനോട് വിളിച്ച് അരുളി ചെയ്തത്, നീ
ഈ കാര്യം ചെയ്ത് നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായിക കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും. നീ എൻ്റെ വാക്കനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് ഞാൻ എന്നെ കൊണ്ടു തന്നെ സത്യം ചെയ്തിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ വായിച്ചത് യഹോവ തന്നെ കൊണ്ട് സത്യം ചെയ്ത ഒരു വേദഭാഗവും യഹോവ തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തത് എന്നെയും നിങ്ങളെയും പോലെ ഒരു പച്ചയായ മനുഷ്യനോടും കൂടെയാണ് എന്ന വസ്തുത ഞാൻ പ്രാരംഭത്തിൽ ഓർമ്മിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് ഒരു പ്രവാചക ശബ്ദത്തിലൂടെ അബ്രഹാം ഈ വാഗ്ദത്തം അബ്രഹാമിനെ തേടി വരാത്തത്? എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ വായ്മൊഴിയോടെ യഹോവയുടെ ആത്മാവ് അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞ് അബ്രഹാമിനെ തേടി ഇങ്ങനെ ഒരു സന്ദേശം വരാത്തത്? എന്തുകൊണ്ടാണ് അബ്രഹാം സ്വപ്നത്തിൽ താൻ ഈ ദർശനം അല്ലെങ്കിൽ ദൈവശബ്ദം വാഗ്ദത്തം താൻ കേൾക്കാത്തത്? എന്തുകൊണ്ടാണ് അബ്രഹാം ഉണർന്നിരിക്കുമ്പോൾ, താൻ ലൈവായിരിക്കുമ്പോൾ തന്നോട് ഡയറക്റ്റായി സ്വർഗീയ ശബ്ദത്തോടുകൂടെ യഹോവയുടെ നാമത്തിൽ തന്നെ നിന്നോട് അരുളി ചെയ്യുന്നു എന്ന് ഡയറക്റ്റായി ദൈവശബ്ദം ദൈവനാമത്തിൽ ഉറപ്പിച്ച് അബ്രഹാമിൻ്റെ കയ്യിലേക്ക് കൊടുക്കാനുള്ള കാര്യം വേറെ ഒന്നുമല്ല. ഒന്നാം പ്രാവശ്യമുള്ള ദൈവശബ്ദത്തിന് അബ്രഹാം അറ്റൻഡ് ചെയ്തതുകൊണ്ട്, ഒന്നാം പ്രാവശ്യമുള്ള ദൈവശബ്ദത്തിന് അബ്രഹാം ശ്രദ്ധ കൊടുത്തതുകൊണ്ട്, ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ അബ്രഹാമെ എന്ന് വിളിച്ചപ്പോൾ താൻ റെസ്പോൺസീവ് ആയിരുന്നത് കൊണ്ട്, താൻ ദൈവശബ്ദത്തിന് റെസ്പോണ്ട് ചെയ്തതുകൊണ്ട്, താൻ ദൈവത്തിൻ്റെ ഇടപാടിന് താൻ കൂട്ട് നിന്നതുകൊണ്ട്, ദൈവിക ഇടപെടലിന് താൻ തന്നെ നടുവിൽ വെച്ചു കൊടുത്തതുകൊണ്ട്, ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ അധ്യായത്തിലും ദൈവം പേർ പറഞ്ഞ് ഡയറക്റ്റായി തന്നോട് സംസാരിക്കാൻ മനസ്സ് കാണിക്കുകയാണ്. ഞാൻ ദൈവാശയം കൈമാറുകയാണ്, ഞാൻ ദൈവത്തിന്റെ ആലോചന കൈമാറുകയാണ്. എപ്പോഴാണ് ഒരു വ്യക്തി അനുഗ്രഹിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ, എപ്പോഴാണ് ഒരു വ്യക്തിയുടെ അനുഗ്രഹത്തിന് തടസ്സങ്ങൾ ഇല്ലാത്തത് എന്ന് ചോദിച്ചാൽ, എപ്പോഴാണ് ഒരു വ്യക്തിയുടെ അനുഗ്രഹത്തിന്റെ തടസ്സങ്ങൾ മാറുന്നത് എന്ന് ചോദിച്ചാൽ, ദൈവം വിളിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യുന്ന ഒരുവന്റെ ലൈഫിലാണ്. ആമേൻ പറയാൻ കഴിയുമെങ്കിൽ നിങ്ങൾ പ്രതികരിച്ചു തുടങ്ങുക. എപ്പോഴാണ് തടസ്സങ്ങൾക്ക് നിലനിൽപ്പില്ലാത്തത്? ദൈവ ശബ്ദത്തിന് റെസ്പോണ്ട് ചെയ്യുമ്പോഴാണ്. എപ്പോഴാണ് തടസ്സങ്ങൾക്ക് വാലിഡിറ്റി ഇല്ലാതായി മാറുന്നത്? ദൈവ ശബ്ദത്തിന് പ്രതികരിക്കുമ്പോഴാണ്. എപ്പോഴാണ് തടസ്സങ്ങൾക്ക് അനുഗ്രഹത്തെ തൊടാൻ കഴിയാതിരിക്കുന്നത്? ദൈവ ശബ്ദത്തിന് ചുവട് വെക്കുമ്പോഴാണ്. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ശബ്ദം, ഈ ദൈവശബ്ദം നിങ്ങളെ തൊട്ടു തുടങ്ങുന്നെങ്കിൽ, ഈ ദൈവ സാന്നിധ്യം നിങ്ങളെ തൊട്ടു തുടങ്ങുന്നെങ്കിൽ, ഈ ദൈവത്തിന്റെ കവറിങ് നിനക്കത് അനുഭവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഈ ദൈവ സാന്നിധ്യത്തോട് റെസ്പോണ്ട് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഒരു വശത്ത് നിന്ന് നിങ്ങളുടെ അനുഗ്രഹത്തിന് തടസ്സം നിൽക്കുന്നത് എന്തൊന്നു തന്നെയാണെങ്കിലും അത് ഒരു വശത്തുനിന്ന് തകർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ ശബ്ദത്തോട് ആരൊക്കെയോ ആത്മാവിൽ പ്രതികരിച്ചു തുടങ്ങുന്നത് എനിക്കറിയാം. ഈ ദൈവ ശബ്ദത്തോട് ആരൊക്കെയോ സ്പിരിറ്റിൽ മൂവ് ചെയ്യുന്നത് എനിക്കറിയാൻ കഴിയുന്നുണ്ട്. ഈമാൻ, ഞാനും അപ്രകാരം തന്നെയാണ് മൂവ് ചെയ്യുന്നത്. ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഈ വചനം ശുശ്രൂഷിക്കുമ്പോൾ ഒരു മനുഷ്യനോട് ഡയറക്റ്റായി ദൈവം സംസാരിച്ചത് വളരെ ചുരുക്കമേ നമുക്ക് തിരുവെഴുത്തിൽ വായിക്കാൻ കഴിയത്തുള്ളൂ. ദൈവത്തിന്റെ പ്രവാചകന്മാരിലൂടെ മനുഷ്യനോട് ദൈവം സംസാരിച്ചിട്ടുണ്ട്. കഴുതയിലൂടെ ദൈവത്തിന്റെ പ്രവാചകന്മാരോട്, ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരോട് ദൈവം സംസാരിച്ചിട്ടുണ്ട്.
കമോൺ. എന്നാൽ ദൈവം തന്നെ ഡയറക്റ്റായി തന്റെ ഭൃത്യന്മാരോട് സംസാരിച്ചത് വളരെ കുറവാണ്. ഇനി മറ്റൊരു ദൂതും കൂടെയുണ്ട്. ദൈവം ഡയറക്റ്റായി സംസാരിച്ചപ്പോൾ ദൈവം സംസാരിക്കാൻ തിരഞ്ഞെടുത്തവരെല്ലാം തന്നെ 3-4 വട്ടം വിളിച്ചപ്പോഴല്ല വിളി കേട്ടിട്ടുള്ളത്, ഒറ്റ വിളിക്ക് തന്നെ ചുവട് വെച്ചവരാണ്. അബ്രഹാമിനോട് 12-ാമത്തെ അധ്യായത്തിൽ എന്നെ പ്രതി നീ എല്ലാം ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പോ എല്ലാം ഉപേക്ഷിച്ചാൽ എനിക്ക് എന്ത് കിട്ടുമെന്ന് പത്രോസ് ചോദിച്ചതുപോലെ ചോദിച്ചില്ല. പിന്നെയോ വിളിച്ചവൻ വിശ്വസ്തനും സംസാരിക്കുന്നവൻ ദൈവവും എന്ന് അറിഞ്ഞതുകൊണ്ട്, കമോൺ, ഇതൂത് പിടിക്കാമോ? വിളിച്ചവൻ വിശ്വസ്തനും സംസാരിച്ചവൻ ദൈവവും എന്നറിഞ്ഞതുകൊണ്ട് അബ്രഹാം ദൈവശബ്ദത്തിന് റെസ്പോണ്ട് ചെയ്തു. ഇന്ന് ആത്മാവിൽ ദൈവശബ്ദത്തിലേക്കുള്ള റെസ്പോൺസ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആത്മാവ് ദൈവത്തിന്റെ ആത്മാവുമായിട്ട് ബന്ധപ്പെടാനുള്ള ഇലാസ്റ്റിസിറ്റി നിന്റെ സ്പിരിറ്റിന് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് പറയുന്നു അത് റിപ്പയർ ചെയ്യുകയോ മെയിൻ്റനൻസ് ചെയ്യുകയോ ചെയ്തതിനു ശേഷം നീ ദൈവശബ്ദത്തോട് പ്രതികരിച്ചു തുടങ്ങ്. കൈയടിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾക്കൊരു സ്തോത്രം ചെയ്യാൻ തോന്നുന്നുണ്ടോ? ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേക്കാൻ തോന്നുന്നുണ്ടോ? പ്രതികരണ മനോഭാവമുള്ളവൻ ഏത് നിലയിലും ഈ ശബ്ദത്തോട് പ്രതികരിക്കും. എനിക്കറിയാം ചിലർക്ക് ഇരിക്കാൻ പറ്റത്തില്ല, ചിലർക്ക് കൈ അടിച്ചോണ്ടിരിക്കാൻ മാത്രം പറ്റത്തില്ല. അവർ ചിലപ്പോൾ തുള്ളി ചാടിയെന്നിരിക്കും, അവർ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചെന്നിരിക്കും, അവർ ആത്മാവിൽ ദൈവത്തോട് പ്രതികരിച്ചെന്നിരിക്കും. പക്ഷെ ഒരു ദൂതും കൂടെ അതിനകത്തുണ്ട്. നീ എഴുന്നേക്കുമ്പോഴും നീ കൈയടിക്കുമ്പോഴും നീ ആത്മാവിൽ ഈ ദൂത് സ്വീകരിച്ച് ആമേൻ പറഞ്ഞ് ഇത് എന്നോടുള്ള ദൈവശബ്ദമാണെന്ന് പറയുമ്പോൾ തന്നെ പിശാച് ഒരു വഴിക്ക് കെട്ടിയതല്ല ദൈവം തകർത്തുകൊണ്ടിരിക്കും. പ്രതികരിക്കുന്നവനെ ദൈവത്തിന് വേണം. പക്ഷെ ദൈവശബ്ദം കേൾക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കാം കേൾക്കുന്നത്, നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കാം ഇറങ്ങുന്നത്. ദൈവത്തിന്റെ സാന്നിധ്യം അറിയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കാം നിങ്ങൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണുന്നത്. കർമ്മേലിന്റെ പർവ്വതത്തിൽ ഏലിയാവ് ഒറ്റയ്ക്കായിരുന്നു ദൈവത്തിന്റെ മഹത്വം കണ്ടത്. ഒരു ചെറിയ കൈമേഘം പോലെ ചെറിയ നിലയിലായിരുന്നു താൻ കണ്ടത്. പക്ഷെ ഒരു വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ഒരു വലിയ നിയോഗത്തിന് വേണ്ടി, ഒരു വലിയ പ്രവൃത്തിക്ക് വേണ്ടി, ഒരു വലിയ റിവൈവലിന് വേണ്ടി ദൈവം തന്നെ തെരഞ്ഞെടുത്തത് ദൈവശബ്ദത്തോട് റെസ്പോണ്ട്. കത്തുന്നു പലയിടങ്ങളിലും കത്തുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് വ്യക്തമായിട്ടറിയാം, അഗ്നിയിൽ ദൈവം ചിലരെ സ്പർശിക്കുന്ന ഒരു മിനിസ്ട്രിയാണിത്. അഗ്നിയിൽ ദൈവം ചിലരെ സ്പർശിക്കുന്ന ഒരു മീറ്റിംഗ് ആണിത്. അഗ്നിയിൽ ചിലരുടെ കെട്ടുകൾ അഴിഞ്ഞു പോകുന്ന, ഞാൻ കാണുന്നുണ്ട് പല സ്ഥലങ്ങളിലും അഗ്നി കത്തുന്നത്. ഒരു ദൈവശബ്ദം കേൾക്കുമ്പോൾ ഒറ്റയ്ക്കായിരിക്കാം സഹോദരി നീ കേട്ടിട്ടിറങ്ങിയത്. ദൈവശബ്ദം കേൾക്കുമ്പോൾ ഒറ്റയ്ക്കായിരിക്കാം സഹോദര നീ ഇറങ്ങി പുറപ്പെട്ടത്. പക്ഷേ സ്വർഗം നിന്നെ ഉപയോഗിക്കാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുക്കുന്നതിന് മുന്നേ, ദൈവം തിരഞ്ഞെടുക്കുന്ന പ്രാരംഭഘട്ടത്തിൽ നീ ഒറ്റയ്ക്കായിരിക്കാം. ഇതൊക്കെ വോയിസ് ഓക്കെയാണോ? ഓക്കെയാണ്. ഓക്കെ, ആർക്കോ കേൾക്കാൻ പറ്റുന്നില്ലെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഒറ്റയ്ക്കായിരിക്കാം നിങ്ങൾ. പ്രൈസ് ടു ജീസസ്. ദൈവശബ്ദം കേട്ടിറങ്ങിയത്. എന്നാൽ ദൈവം നിങ്ങളെ തെരഞ്ഞെടുക്കുന്ന സമയം ശബ്ദം നിങ്ങളോടാണെന്ന് നിങ്ങൾ തിരിച്ചറിയുകയാണെങ്കിൽ, ഒരു വലിയ റിവൈവലിന് വേണ്ടി, ഒരു വലിയ പ്രവൃത്തിക്ക് വേണ്ടി, ഒരു വലിയ സാക്ഷ്യത്തിന് വേണ്ടി സ്വർഗം നിങ്ങളെ വേർതിരിച്ചിരിക്കും. എന്തുകൊണ്ടാണ് അബ്രഹാമിന് ഇത്രയും വലിയൊരു അനുഗ്രഹം? ദൂതൻ പറയുന്നു, യഹോവയുടെ ദൂതൻ രണ്ടാമതും ആകാശത്ത് നിന്ന് അബ്രഹാമിനോട്. അപ്പോ ഒന്നാമത്തെ സന്ദർശനത്തിൽ അദ്ദേഹം വേണ്ടുന്ന വണ്ണം ദൈവത്തെ ട്രീറ്റ് ചെയ്തതുകൊണ്ടും വേണ്ടുന്ന വണ്ണം ദൈവശബ്ദത്തെ താൻ സ്വീകരിച്ചതുകൊണ്ടും കേട്ട ദൈവശബ്ദം താൻ പ്രവർത്തിച്ചു എന്ന
ഒരു സാക്ഷ്യം തൻ്റെ ജീവിതത്തിലുള്ളത് കൊണ്ടുമാണ് രണ്ടാമതും ദൈവം തൻ്റെ മുമ്പിൽ ഇറങ്ങിയത്. ദൈവം നിങ്ങളെ കാണിക്കുന്ന ദർശനങ്ങളിൽ നിങ്ങൾ വിശ്വസ്തരല്ലെങ്കിൽ, ദൈവം നിങ്ങളോട് പറയുന്ന വാക്കിൽ, വാഗ്ദത്തത്തിൽ, ആലോചനകളിൽ നിങ്ങൾ ശ്രദ്ധാലുക്കളല്ലെങ്കിൽ, ദൈവം നിങ്ങളോട് അറിയിക്കുന്ന ദൈവാലോചനയിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നവരല്ലെങ്കിൽ, ദൈവം നിങ്ങൾക്ക് വേണ്ടി പകരുന്ന ചില സമയങ്ങളെ നിങ്ങൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ, രണ്ടാമത്തെ ഒരു സന്ദർശനം നമുക്ക് ഉറപ്പിക്കാൻ കഴിയത്തില്ല. എല്ലായ്പ്പോഴും ദൈവം എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ മീറ്റിംഗ് ഉള്ളതുപോലെ പ്രസംഗിക്കത്തില്ല. എല്ലാ ദിവസവും ദൈവം പ്രവചിക്കത്തില്ല. എല്ലാ ദിവസവും ദൈവം സൗഖ്യമാക്കത്തില്ല. എല്ലാ ദിവസവും കർത്താവ് ഇടപെടണമെന്നില്ല. ഇത് പ്രസംഗമായോട്ട് നമുക്ക് എല്ലാ ദിവസവും കേൾക്കാം. പക്ഷെ ദൈവത്തിന്റെ ഇടപെടൽ, അബ്രഹാമിനോട് എല്ലാ ദിവസവും ദൈവം സംസാരിച്ചില്ല. 12-ാമത്തെ വാക്യത്തിൽ വന്നതിന് ശേഷം പിന്നെ 22-ാമത്തെ വാക്യത്തിലാണ് ദൈവം ഇറങ്ങുന്നത്. ഗ്ലോറി. നിങ്ങളോടുള്ള ദൈവാലോചനകൾ, നിങ്ങളോടുള്ള ദൈവശബ്ദങ്ങൾ ദൈവം അറിയിക്കുന്ന സമയം അത് എന്നോടാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുകയും കേട്ട ദൈവശബ്ദത്തിന് എന്ത് ചുവട് വെക്കണം എന്ന് നിങ്ങളൊരു ഡിസിഷനിൽ എത്തുകയും ചെയ്യുന്ന പക്ഷം സ്വർഗം നിന്റെ മുമ്പിൽ രണ്ടാമതൊരു മാനിഫെസ്റ്റേഷൻ വെളിപ്പെടുത്തും. രണ്ടാമതൊരു മാനിഫെസ്റ്റേഷൻ വെളിപ്പെടുത്തും. ഇന്ന് ഞാൻ ഈ ഒരു ആശയം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കർത്താവ് മറ്റൊരു സബ്ജക്റ്റിലോട്ട് കർത്താവ് എന്നെ കണക്ട് ചെയ്യുകയാണ്. ഈ ഒത്തിരി ദൈവം ദർശനം കാണിച്ച ഈ രാത്രികളിൽ ദൈവം ചില സ്വപ്നങ്ങളിലൂടെ സംസാരിച്ചുകൊണ്ടിരുന്ന ചില വ്യക്തികൾ ഇതിനകത്തുണ്ട്. ദൈവം ദർശനങ്ങളിലൂടെ ഇടപെട്ടുകൊണ്ടിരുന്ന ചില വ്യക്തികൾ ഇതിനകത്തുണ്ട്. അത് സ്ത്രീ ആയിരിക്കാം, പുരുഷനായിരിക്കാം. പക്ഷേ കണ്ട ദർശനം, കണ്ട സ്വപ്നം, കണ്ട ദൈവം കാണിച്ച കാര്യങ്ങൾക്കകത്ത് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാത്തത് കൊണ്ട്, ദൈവം ഇടപെട്ട കാര്യങ്ങൾക്ക് വേണ്ടത്ര അനുസരണ കാണിക്കാത്തത് കൊണ്ട്, വീണ്ടും ചില കാര്യങ്ങളെ നിങ്ങൾ ലംഘിച്ച് മുമ്പോട്ട് പോയത് കൊണ്ട് ഇപ്പോൾ ദർശനങ്ങൾ നിന്നുപോയ ചില വ്യക്തികൾ എന്നെ കാണുന്നുണ്ട്. ദൈവം തന്നെ ഡയറക്റ്റായി വരുവാനുള്ള കാര്യങ്ങൾ അറിയിക്കുകയും പറയുകയും ഓർമ്മപ്പെടുത്തുകയും കാണിക്കുകയും ഇടപെടുകയും പ്രാർത്ഥനയിൽ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടും അടുത്ത ഒരു സ്റ്റെപ്പ് ദൈവം കാണിച്ചതിന് ശേഷം നിങ്ങളുടെ പാർട്ടിൽ നിന്ന് ചെയ്യേണ്ടത് ചെയ്യാത്തത് കൊണ്ട് ഇപ്പോൾ ദർശനങ്ങൾ നിന്നുപോയവർ, ഇപ്പോൾ ദൈവശബ്ദങ്ങൾ നിന്നുപോയവർ, ഇപ്പോൾ ദൈവാലോചനകൾ നിന്നുപോയവർ, ഇപ്പോൾ പ്രവചനങ്ങൾ നിന്നുപോയവർ, ഇപ്പൊ ശുശ്രൂഷ ഇല്ലാത്തവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിങ്ങൾ തിരിഞ്ഞു വരാനുള്ള ഒരു ആഹ്വാനമാണ് പരിശുദ്ധാത്മാവ് ഈ സന്ദേശത്തിലൂടെ തന്നുകൊണ്ടിരിക്കുന്നത്. ഓ നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നേ. ഇന്ന് കർത്താവ് ശക്തമായിട്ട് ഇതിനകത്ത് ചിലർ ഇടപെടുന്നുണ്ട്. ഇതിനകത്ത് നിന്ന് കൂടുതലും ദൈവത്തിന് പ്രയോജനപ്പെടാനുള്ളവരെ കേൾക്കുന്നുണ്ട്. കർത്താവ് തിരഞ്ഞെടുത്തവർ എന്നെ കേൾക്കുന്നുണ്ട്. കർത്താവ് തിരഞ്ഞെടുക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. ജീവിത പ്രാരാബ്ധം നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റിയെങ്കിൽ, ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റിയെങ്കിൽ, ജീവിതത്തിലുള്ള ഭാരം, ജീവിതഭാരം, മനോഭാരം, തലമുറകളെ കുറിച്ചാകട്ടെ, ഫാമിലിയെ കുറിച്ചാകട്ടെ, ലൈഫിനെ കുറിച്ചാകട്ടെ ഉള്ള അമിതമായ ആദി ദൈവം കാണിച്ചത് നിങ്ങളെ മറപ്പിച്ചു കളഞ്ഞെങ്കിൽ ഇനി ഒരു രണ്ടാമത്തെ സന്ദർശനം നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഇത് അബ്രഹാമിനെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നു, യഹോവ വീണ്ടും ആരാ വന്നേ? യഹോവയുടെ ദൂതൻ എന്നാ ഇവിടെ പറയുന്നേ. യഹോവയുടെ ദൂതൻ വന്നിട്ട് യഹോവയെ കൊണ്ടാണ് ചെയ്യേണ്ട കാര്യമില്ല. ഉണ്ടോ? ഇത് യഹോവ തന്നെയാണ്. യഹോവയുടെ വ്യക്തിത്വങ്ങളിൽ നിന്നൊരു വ്യക്തിയാണത്. യഹോവയുടെ വ്യക്തിത്വത്തിലെ ഒരു വ്യക്തിയാണ് തന്നോട് സംസാരിക്കുന്നത്. യഹോവ വന്ന് അബ്രഹാമിനോട് പറയുകയാണ്, നീ യഹോവയുടെ ദൂതൻ രണ്ടാമതും ആകാശത്തു നിന്ന് അബ്രഹാമിനോട് വിളിച്ച് അരുളി ചെയ്തത്. ആകാശത്തു നിന്ന് വിളിച്ചാൽ വിളി കേൾക്കാൻ തക്കവണ്ണം ഭൂമിയിൽ
ഒരു ചെവി ദൈവത്തിന് വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരുവനുണ്ടെന്നറിഞ്ഞാലേ ദൈവം വിളിക്കൂ. എന്തുകൊണ്ട്? ആകാശത്തു നിന്ന് വിളിച്ചപ്പോ ചാക്കോച്ചൻ വിളി കേട്ടില്ല, അബ്രഹാമുമാർ വിളി കേട്ടില്ല, തോമസ് വിളി കേട്ടില്ല, മത്തായി വിളി കേട്ടില്ല, ജിജോ വിളി കേട്ടില്ല, ആരും വിളി കേട്ടില്ല. അബ്രഹാം മാത്രം വിളി കേട്ടു എന്ന് പറയണമെങ്കിൽ ഭൂമിയിൽ സ്വർഗത്തിലേക്ക് കൊടുത്തിരിക്കുന്ന ഒരു ചെവിയുള്ളവനുണ്ടെന്ന് ദൈവം അറിഞ്ഞതുകൊണ്ടാണ്. ഇന്ന് ആ ഭവനത്തെ നോക്കിയാണ് പരിശുദ്ധാത്മാവ് ഈ ദൂത കൈമാറിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ ആരും ദൈവത്തിന് ചെവി കൊടുക്കുന്നില്ലെങ്കിലും നിങ്ങളുണ്ടല്ലോ, നിങ്ങൾ ദൈവത്തിന് ചെവി കൊടുക്കുന്നുണ്ട് എന്നും, നിങ്ങൾ ദൈവ ശബ്ദത്തിന് മൂവ് ചെയ്യുന്ന ഒരു സ്പിരിറ്റാണ് നിങ്ങളിൽ ഇരിക്കുന്നതെന്നും, നിങ്ങൾ ദൈവിക ആലോചനയ്ക്ക് വിധേയപ്പെടുത്തുന്ന ഒരു വ്യക്തിത്വമാണെന്നും ദൈവം അറിഞ്ഞാൽ സ്വർഗം നിന്നോടും സംസാരിക്കും. അത് മനുഷ്യൻ സംസാരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല. അത് മനുഷ്യൻ അവിടെയും തൊടാതെ ഇവിടെയും തൊടാതെ പറയുന്നത് പോലെ ആയിരിക്കത്തില്ല. ദൈവം എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ തക്കവണ്ണം ദൈവം സർവശക്തനെന്ന് ഞാൻ ഉറയ്ക്കുന്നു. നിങ്ങൾ ഇന്ന് കൂടിക്കൊണ്ടിരിക്കുന്ന ഈ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, ഇത് ദൈവം പറഞ്ഞതാ. നിങ്ങൾ ഇന്ന് അറ്റൻഡ് ചെയ്യുന്ന ഈ മീറ്റിംഗ് ഉണ്ടല്ലോ, ഇത് ദൈവം പറഞ്ഞതാ. ഹല്ലേലൂയ. നിങ്ങൾ ഈ ജോയിൻ ചെയ്തിരിക്കുന്ന ഈ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, ഈ സൂം, ഇതും ദൈവം പറഞ്ഞതാ. ഹല്ലേലൂയ. ഓർത്തു നോക്കിയേ, കർത്താവിന്റെ വിശ്വസ്തത എത്ര വലുതാണെന്ന്, ദൈവത്തിന്റെ വിശ്വസ്തത എത്ര വലുതാണെന്ന്. ഇന്ന് ഈ സന്ദേശം എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മാന്യ സുഹൃത്തെ, എന്തുകൊണ്ട് അബ്രഹാമിന്റെ വീട് വരെ ഇറങ്ങി വരേണ്ട ഒരവസ്ഥ പോലും ദൈവത്തിന് ഉണ്ടാക്കാതെ ദൈവത്തിന് പണി എളുപ്പാക്കി കൊടുത്ത ഒരു ഭക്തനുണ്ട് ഈ ഭൂമിയിൽ, അത് അബ്രഹാം മാത്രമാണ്. Glory to Jesus. സ്വർഗത്തിൽ നിന്ന് വിളിച്ചാലും ഭൂമിയിൽ അടിയനിത എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ഭക്തനെ ഉള്ളൂ ഉൽപ്പത്തി പുസ്തകത്തിൽ, അത് അബ്രഹാമാണ്. നിങ്ങൾ എവിടെ വേണേലും വായിച്ചു നോക്കിയോ, അബ്രഹാമേ എന്ന് വിളിക്കുമ്പോ അടിയനിത, അബ്രഹാമേ അടിയനിത. നിനക്ക് ആഗ്രഹമില്ലേ ദൈവശബ്ദം കേൾക്കണമെന്ന്? നിങ്ങൾക്ക് ആഗ്രഹമില്ലേ നിങ്ങളുടെ പേർ പറഞ്ഞ് ദൈവം വിളിക്കണമെന്ന്? നിങ്ങൾക്ക് ആഗ്രഹമില്ലേ മനുഷ്യനൊന്നും പറയാതെ, മനുഷ്യനൊന്നും ഇടപെടാതെ ഡയറക്റ്റായിട്ട് ദൈവം സംസാരിക്കണമെന്ന്? ഇന്ന് ആകാശത്ത് നിന്ന് വിളിക്കാൻ എൻ്റെ ദൈവം ഒരുക്കമാണ്. അടിയനിത പറയാൻ ചെവി കൂർപ്പിച്ച് കേൾക്കുന്ന ചിലരെ എൻ്റെ ദൈവത്തിന് വേണം. അസാധാരണമായ ദൈവസാന്നിധ്യം ഇതിനകത്ത് മൂവ് ചെയ്യുന്നു. യഹോവയുടെ ദൂതൻ രണ്ടാമതും ആകാശത്ത് നിന്ന്, ഇതെന്തിനാ രണ്ടാമത് വന്നതെന്നറിയാവോ? അപ്രീഷിയേറ്റ് ചെയ്യാനാ. സ്വർഗം നിന്നെ അപ്രീഷിയേറ്റ് ചെയ്യും. അറിയാവോ മോനെ, നിനക്ക് മനുഷ്യനിൽ നിന്ന് മാനം കിട്ടുന്നില്ലേ? മനുഷ്യൻ നിന്നെ പ്രശംസിക്കുന്നില്ലേ? മനുഷ്യൻ നിന്നെ അംഗീകരിക്കുന്നില്ലേ? മനുഷ്യൻ നിനക്ക് വില തരുന്നില്ലേ? നിങ്ങളൊരു ചെറിയ കല്ല് നിങ്ങളൊരു ചെറിയ കല്ലെടുത്താലും, നിങ്ങളൊരു ചെറിയ വചനം എടുത്താലും നിങ്ങളെ വാനോളം അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. 12 വന്ന് പറഞ്ഞത് 22 വന്നത് അപ്രീഷിയേറ്റ് ചെയ്യാനാ. 12 ചെയ്യാൻ പറഞ്ഞു, 22 വന്നത് ചെയ്തതിന് അപ്രീഷിയേറ്റ് ചെയ്യാൻ വന്നതാ. ഇതൊരു ഭയങ്കര ദൈവശബ്ദമാണ്. അമ്മേ, നിങ്ങൾ ദൈവത്തെ പ്രതി എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനുഷ്യരിൽ നിന്ന് മാനയില്ല. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിൽ നിന്നൊന്നും നിങ്ങൾക്ക് നല്ല പേരില്ല. നിങ്ങൾ ചെയ്തടമില്ല, നിങ്ങൾ പറഞ്ഞതില്ല, നിങ്ങൾ പ്രാർത്ഥിച്ചതില്ല. പക്ഷേ നിങ്ങളോട് ചെയ്യാൻ ആത്മാവിൽ ഇടപെട്ട ദൈവം നിങ്ങളെ
അപ്രീഷിയേറ്റ് ചെയ്യുമെന്ന ഞാൻ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രഖ്യാപിക്കുന്നത്. നിങ്ങൾ നോക്ക്, നിങ്ങൾ വായിച്ചു നോക്ക്, നിങ്ങൾ വായിച്ചു നോക്ക്. 15-ാമത്തെ വാക്യം എന്താണ്? യഹോവയുടെ ദൂതൻ രണ്ടാമതും ആകാശത്തു നിന്ന് അബ്രഹാമിനോട് വിളിച്ച് അരുളി ചെയ്തത്, നിന്നോട് പറയാനുള്ള കാര്യം ദൈവം നിന്നോടേ പറയൂ. നിന്റെ അഭാവത്തിൽ നിന്റെ ഭാര്യയോട് വന്ന് പറഞ്ഞേച്ച് അവനോട് പറഞ്ഞേക്കണേന്ന് പറയുകയല്ല. മീൻസ് നീ എന്ന് ദൈവശബ്ദം കേൾക്കുന്നുവോ, നീ എന്ന് ദൈവത്തിന് ചെവി കൊടുക്കുന്നുവോ, നീ എന്ന് ദൈവത്തിന് അറ്റൻറ്റീവ് ആയിരിക്കുന്നുവോ, നീ എന്ന് ദൈവത്തിന് വയബിളായി വരുന്നുവോ, അന്നേരമേ ദൈവം സംസാരിക്കൂ. ഇത് ദൈവം നിന്നെ അറിയിക്കുന്ന ആലോചനയാണ്. അന്നേരമേ ദൈവം സംസാരിക്കൂ. ഹല്ലേലൂയ. എപ്പോഴെങ്കിലും എന്തേലും ചെയ്തിട്ട് എപ്പോഴേലും ദൈവസന്നിധിയിൽ വന്ന് 10 മിനിറ്റ് ഇരിക്കുമ്പോൾ ദൈവം എന്നെ പേർ പറഞ്ഞു വിളിക്കണമെന്ന് പറഞ്ഞ് നമുക്ക് ശഠിക്കാൻ പറ്റുകയില്ല. 12-ാമത്തെ അധ്യായത്തിൽ വിളിച്ചപ്പോ ദൈവസ്വരത്തിന് ശ്രദ്ധ കൊടുത്ത് കേൾക്കുകയും വള്ളിക്കും പുള്ളിക്കും വ്യത്യാസമില്ലാതെ ദൈവം പറഞ്ഞത് ചെയ്യുകയും ചെയ്ത ഭക്തന് ഇന്ന് റിവാർഡുമായിട്ടാ സ്വർഗമിറങ്ങിയേ. ഓ ജീസസ്. 13-ൽ റിവാർഡ് എന്ത് ചെയ്യുമെന്ന് അബ്രഹാം ചോദിച്ചില്ല. 14-ാമത്തെ അധ്യായത്തിൽ റിവാർഡ് എന്ത് ചെയ്യുമെന്ന് അബ്രഹാം ചോദിച്ചില്ല. ഈ 18-ാമത്തെ അധ്യായത്തിൽ റിവാർഡ് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചില്ല. 20-ാമത്തെ അധ്യായത്തിൽ മിണ്ടിയില്ല. 21-ൽ ചോദിച്ചില്ല. 22-ൽ ചോദിക്കാതെ, ഓ ജീസസ്, ചോദിക്കാതെ ഇങ്ങോട്ടിറങ്ങി ചെയ്തതിന്റെ റിവാർഡ് ബോണസ് സഹിതം കൊടുക്കുന്ന ഒരു ദൈവം. My God, you are so wonderful, my Father. ഞാൻ ആത്മനിറവില ഈ ദൂത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ ആത്മനിറവില ഈ ആലോചന കൈമാറുന്നത്. സഹോദര, പ്രാർത്ഥിക്കാൻ താലന്ത് കിട്ടിയവനെ, സഹോദര, ദൈവവേലയ്ക്ക് സാമ്പത്തികമായി കൈത്താങ്ങാൻ കൃപ കിട്ടിയവനെ, സഹോദര സഹോദരി, ദൈവത്തിനു വേണ്ടി ആലയത്തിനകത്ത് എന്തും ചെയ്യുവാൻ, ചെയർ നീക്കിയിടാൻ, പായ വിരിക്കാൻ, ആലയം വൃത്തിയാക്കാൻ കൃപ ലഭിച്ചവനെ, നീ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്താൽ, ദൈവദാസന്മാരെ പിക്ക് ചെയ്യാൻ പോകുന്ന വ്യക്തിയെ, ദൈവദാസന്മാരെ സൽക്കരിക്കുന്ന വ്യക്തിയെ, നീ കർത്താവിന്റെ നാമത്തിൽ എന്തേലും ഒന്ന് ചെയ്താൽ അതിന്റെ റിവാർഡ് നിനക്ക് ഒരധ്യായത്തിൽ അല്ലെങ്കിൽ മറ്റൊരധ്യായത്തിൽ സ്വർഗം വെച്ചിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ നീണ്ട 10 അധ്യായങ്ങളിൽ ദൈവശബ്ദങ്ങൾ ഒന്നുമില്ലെങ്കിലും, ദൈവത്തിൽ നിന്നൊരു റെസ്പോൺസ് ഇല്ലെങ്കിലും, ഇല്ലെന്നല്ല, റിവാർഡ് വന്നത് ഈ അധ്യായത്തിലാണെന്ന് മാത്രം. അല്ലെങ്കിലും ഒരു കാര്യത്തിൽ ഉറപ്പുണ്ടായിരുന്നു, 12-ൽ ഇടപെട്ട ദൈവം 22-ലും വിശ്വസ്തന. ഒന്ന് പറഞ്ഞേ, നിന്നോട് 2000 വർഷത്തിൽ ഇടപെട്ട ദൈവം ഈ 2023-ലും വിശ്വസ്തന. ഒന്ന് പറയാൻ പറ്റുമോ? നിന്നെ 2021-ൽ ഇടപെട്ട ദൈവം 2023-ലും വിശ്വസ്തനാന്നൊന്ന് പറയാൻ പറ്റുമോ? 2021 സെപ്റ്റംബറിൽ ഇടപെട്ട ദൈവം 2023 സെപ്റ്റംബറിലും വിശ്വസ്തനാണ്. അത്ര ഉറപ്പായിരുന്നു അബ്രഹാമിന്. ഈ അബ്രഹാമിനെ ദൈവം ഈ നിലയിൽ അനുഗ്രഹിച്ചില്ലെങ്കിൽ പിന്നെ ഏത് നിലയിൽ ആരെ അനുഗ്രഹിക്കാനാ? ആമേൻ. കം ഓൺ. അബ്രഹാം അനുഗ്രഹം പ്രാപിച്ചത് പുള്ളി മല ചുമന്നിട്ടൊന്നുമല്ല. അബ്രഹാം അനുഗ്രഹം പ്രാപിച്ചതേ പുള്ളി ദൈവത്തോടു കൂടെ നടന്നിട്ട. സഹനങ്ങളുണ്ട്, മറന്നുപോവല്ലേ, സഹനങ്ങളുണ്ട്, കടിച്ച പൊട്ടാത്ത ചില ദൗത്യങ്ങളുണ്ട്. പരീക്ഷ എന്ന് തന്നെ എഴുതിയേക്കുന്നതിനകത്ത്, പരീക്ഷ എന്ന് തന്നെയാ ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയേക്കുന്ന, വാക്കൊന്നും മാറിയിട്ടില്ല. നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. അടുത്തത് അബ്രഹാമിനെ പരീക്ഷിച്ചറിയേണ്ടതിന്, അങ്ങനെ വചനം കിടക്കുന്നേ, വചനത്തെ മാറ്റിക്കൂടാ. പരീക്ഷയുണ്ട് അമ്മാമേ, പരീക്ഷയുണ്ട്. ദൈവദാസനെ പരീക്ഷയുണ്ട്, ദൈവദാസിയെ പരീക്ഷയുണ്ട്. പരീക്ഷ ഉണ്ടെങ്കിലേ പഠിക്കൂ. അതാണ് അതിൻ്റെ ഒരു ഒറ്റ വാക്ക്. പരീക്ഷ ഉണ്ടെങ്കിലേ പഠിക്കൂ. പരീക്ഷ ഉണ്ടെങ്കിലേ പഠിക്കൂ. പരീക്ഷയുണ്ടെങ്കിലേ നീ സിലബസുകൾ കുറിച്ച് ഓർമ്മയുണ്ടാവുള്ളൂ. പരീക്ഷയുണ്ടെങ്കിലേ നിനക്ക് പരീക്ഷയില്ലെങ്കിൽ നമുക്ക് എത്ര സബ്ജക്റ്റ് ഉണ്ടെന്ന് പോലും അറിയത്തില്ല. അതാണ് കാര്യം. ഗ്ലോറി. പരീക്ഷ നല്ലതാ, പരീക്ഷ നല്ലതാ.
പരീക്ഷയിൽ തികഞ്ഞാൽ നിനക്കെന്നാ ഇതിൽ നിൽക്കാൻ യോഗ്യതയെന്ന് ആരും നിന്നോട് ചോദിക്കുകയല്ല. നീ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതി പാസ്സായിട്ടാ +1 ബെഞ്ചിൽ പോയി ഇരിക്കുന്നെങ്കിൽ നിനക്ക് ആരാടാ റൈറ്റ് തന്നെ, അല്ലെങ്കിൽ നിനക്കെന്താടാ യോഗ്യത ഇവിടെ വന്നിരിക്കാനെന്ന് ആരും ചോദിക്കുകയല്ല. 10ാം ക്ലാസ്സിൽ ജയിച്ച നിന്റെ പേര് ലിസ്റ്റിലുണ്ട്. ഹല്ലേലൂയ. അതാ പരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോഴും സ്വർഗത്തിന് നേരെ മുഷ്ടിയുദ്ധം ചെയ്യാതെ, കമോൺ, സ്വർഗത്തിന് നേരെ മുഷ്ടിയുദ്ധം ചെയ്യാതെ ദൈവം ഒറ്റ വിളിക്ക് തന്നെ അടിയനിത പറയത്തക്ക നിലയിൽ താൻ ഭൂമിയിൽ ജീവിക്കുമ്പോഴും സ്വർഗവുമായി ബന്ധം പുലർത്തിയ ഒരു അഭിഷേകമുള്ള ഒരു മനുഷ്യനാണ് അബ്രഹാം. ഒരു ദൈവഭൃത്യനാണ്, ഒരു ദൈവത്തിന്റെ ചങ്ങാതിയാണ് അബ്രഹാം. ഈ അബ്രഹാമിനെ ദൈവം ഇങ്ങനെ അനുഗ്രഹിച്ചില്ലെങ്കിൽ എങ്ങനെ അനുഗ്രഹിക്കണമെന്ന്? ഇതിന്റെ അനുഗ്രഹങ്ങൾ തടയപ്പെടുന്നതിന്റെ കാരണം പലപ്പോഴും നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഭൂമിയിലാണ് നമ്മൾ അവൈലബിൾ ആകുന്നത്. ഭൂമിയിലുള്ള മനുഷ്യർക്ക് അവൈലബിളാ, നമ്മുടെ ഭാര്യയ്ക്ക് നമ്മൾ അവൈലബിളാ, മക്കൾക്ക് നമ്മൾ അവൈലബിളാ, നമ്മുടെ ബന്ധുക്കൾക്കെല്ലാം നമ്മൾ അവൈലബിളാ. നമ്മൾ സമയമില്ലെങ്കിൽ നമ്മൾ സമയം ഉണ്ടാക്കി നമ്മൾ അവർക്ക് അവൈലബിൾ ആകും. പക്ഷെ പലരെയും ദൈവത്തിന് കിട്ടുന്നില്ല ഈ കാലഘട്ടത്തിൽ. പ്രാർത്ഥനാ മുറികളിൽ ദൈവത്തിന് കിട്ടുന്നില്ല ഈ കാലഘട്ടത്തിൽ. പ്രാർത്ഥനാ മുറികളിൽ കിട്ടുന്നില്ല ദൈവത്തിന് ഈ കാലഘട്ടത്തിൽ. ആരെയും ദൈവത്തിന് കാര്യങ്ങൾ അറിയിക്കാൻ ആരും ഇല്ല. അതുകൊണ്ടാണ് യെരൂശലേമിന്റെ മതിൽ തകർന്നു കിടന്നിട്ടും പലരും ദൗത്യം ഏറ്റെടുക്കാൻ തക്കവണ്ണം പ്രാഗൽഭ്യമുള്ളവരെന്ന് കാഴ്ചയിൽ തോന്നുന്ന ചിലർ ആ പട്ടണത്തിനകത്തുണ്ടായിരുന്നിട്ടും ദൈവം നെഹമ്യാവിനെ പോലെ ഒരു അഭിഷേകമുള്ളവനെ, നിശ്ചയദാർഢ്യമുള്ളവനെ, ധീരനെ ദൈവം മതിലുപണിയേൽപ്പിച്ചത്, ആലയപ്പണിയേൽപ്പിച്ചത്. കമോൺ, ദൈവം നിന്നോട് ഈ ദൂത് സംസാരിക്കുമ്പോൾ കർത്താവ് ഏൽപ്പിച്ച എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ വീഴ്ച വരുത്തിയോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. അനുഗ്രഹത്തിന്റെ തടസ്സം അവിടെ കിടപ്പുണ്ട്. ദൈവമേൽപ്പിച്ച കാര്യങ്ങളിൽ നമ്മൾ വിശ്വസ്തരല്ലെങ്കിൽ, ദൈവമേൽപ്പിച്ച കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധാലുക്കളല്ലെങ്കിൽ, ദൈവമേൽപ്പിച്ച കാര്യങ്ങളിൽ നമ്മൾ ബോധമുള്ളവരല്ലെങ്കിൽ കർത്താവ് ആ പണി മറ്റൊരു വ്യക്തിയെ ഏൽപ്പിക്കും. ദൈവത്തിന്റെ വേല നടന്നേ പറ്റൂ. അതിന് ദൈവം വിശ്വസ്തരായ മറ്റു വ്യക്തികളെ കർത്താവ് ഏൽപ്പിക്കും. ഇവിടെ വചനം പറയുന്നു, യഹോവയുടെ 16-ാമത്തെ വാക്യം, നീ ഈ കാര്യം ചെയ്ത് നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായിക കൊണ്ട്. മടി ആത്മീയ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ 2ാമത്തെ തടസ്സം മടി. രാവിലെ എഴുന്നേൽക്കാൻ മടി, പ്രാർത്ഥിക്കാൻ മടി, ദൈവശബ്ദം ദൈവം എന്ത് പറഞ്ഞു എന്നത് ചെയ്യാൻ മടി. ഇങ്ങനെ പല തരത്തിലുള്ള മടികൾ നമ്മെ ബാധിക്കുമ്പോൾ അത് നമ്മുടെ അനുഗ്രഹത്തിന് അടുത്ത ഒരു തടസ്സമാണെന്ന് ദൈവാത്മാവ് ഇവിടെ പറയുന്നു. കാരണം മടിക്കുന്നവന്റെ മുൻപിൽ അനുഗ്രഹങ്ങൾ മടുത്തു നിൽക്കും. മടിക്കുന്നവന്റെ മുമ്പിൽ, ജീവിതത്തിൽ മടി കൊണ്ടു നടക്കുന്ന അലസന്മാരുടെ മുമ്പിൽ അനുഗ്രഹങ്ങൾ, ദൈവത്താലുള്ള അനുഗ്രഹങ്ങൾ മടുത്തു നിൽക്കും. അവൻ്റെ അടുത്ത് എത്തത്തില്ലെന്നുള്ളതാണ്. അതാണ് ഇവിടെ അബ്രഹാമിനോട് ദൈവം പറയുന്നത്, നീ ഈ കാര്യം ചെയ്ത് എന്താ ഈ കാര്യം? ദൈവം ദൈവം വാക്കാൽ പറഞ്ഞത് താൻ പ്രവൃത്തിയാൽ ചെയ്തു. നിങ്ങൾക്ക് പറ്റുമോ? അത് ദൈവം പറയുന്നത് ഒന്ന് പ്രവർത്തിക്കാൻ, ഒന്ന് സമർപ്പിതരാകാൻ പറ്റുമോ നിങ്ങൾക്ക്? നിങ്ങളുടെ ലൈഫ് ഏത് നിലയിൽ മാറുമെന്ന് ഞാൻ താഴോട്ട് വായിക്കുമ്പോൾ മനസ്സിലാവും. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായിക കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. ഇത് കർത്താവ് അബ്രഹാമിനോട് മാത്രമാണ് പറഞ്ഞേക്കുന്നത്. പ്രൈസ് ടു ജീസസ്. ഐശ്വര്യമായി അനുഗ്രഹിക്കും. ആദ്യം അനുഗ്രഹിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ നിന്നെ ആകാശത്തിലെ മണൽത്തരികൾ പോലെ നിന്റെ മക്കളെ നൽകി തന്ന് ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഇപ്പൊ പറയുന്ന വാക്കിന് പ്രത്യേകതയുണ്ട്. തന്റെ അനുഗ്രഹത്തിന്മേലൊരു ഐശ്വര്യം വെളിപ്പെടുകയാണ്. ഓ മൈ ഗാഡ്, ഇതൊരു ദൈവശബ്ദമാണ്, ഇതൊരു പ്രൊഫസിയാണ്. അനുഗ്രഹത്തിന്റെ മേലൊരു ഐശ്വര്യം വെളിപ്പെട്ടാൽ നിന്റെ അനുഗ്രഹത്തെ തടയുന്നതിനെ ദൈവത്തിന്റെ ഐശ്വര്യം തകർക്കും.
അതിന് തടസ്സം ഒരു മടിയാണോ? അതിന് തടസ്സം ഒരു ദുഷ്ട കൂട്ടുകെട്ടാണോ? അതിന് തടസ്സം ഒരു പ്രാർത്ഥനാക്കുറവാണോ? അതിന് തടസ്സം അലസതയാണോ? അതിന് തടസ്സം അവിശ്വാസമാണോ? ഈ സമയം നിങ്ങൾ അതിനെ ജയിക്കുക, ഈ ദൈവശബ്ദം സ്വീകരിക്കുക. ഈ സമയം നിങ്ങൾ അതിനെ ജയിക്കുക, ഈ ദൈവശബ്ദം സ്വീകരിക്കുക. ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കി. നിങ്ങൾ ഈ വാക്കൊന്ന് കേട്ടെ. മക്കൾക്ക് വേണ്ടിയല്ലേ ഏറ്റവും കൂടുതൽ ഫാസ്റ്റിംഗ് എടുക്കുന്നത്? ഇപ്പോ മക്കൾക്ക് വേണ്ടിയല്ലേ ഏറ്റവും കൂടുതൽ നമ്മൾ ഫാസ്റ്റിംഗ് എടുക്കുന്നേ? എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്ന നിങ്ങൾ കേട്ടോ? ദൈവത്തിന്റെ വചനം ഇവിടെ ഇടപെടുന്ന നിങ്ങൾ കേട്ടോ? നിന്റെ സന്തതി ശത്രുക്കളുടെ ദേശം, പട്ടണങ്ങൾ കൈവശമാക്കും. ഇവിടെ ഒരു പട്ടണത്തിൽ നിന്ന് മറ്റൊരു പട്ടണത്തിലോട്ട് പോകാൻ ദൈവസന്നിധിയിൽ എത്ര 41 ഉപവസിച്ചെന്നറിയാവോ? നിങ്ങളുടെ പട്ടണം വിട്ട് മക്കൾ അടുത്ത പട്ടണത്തിലോട്ട് പോകാൻ ശത്രു അനുവദിക്കുന്നില്ല. നിങ്ങളുടെ മക്കളിലേക്ക് ഒരു പട്ടണത്തിൽ നിന്ന് ലഭിക്കാനുള്ള നന്മ വന്നു ചേരാൻ അനുവദിക്കുന്നില്ല. നിങ്ങളുടെ മക്കളെ ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലോട്ട് കെട്ടിച്ചു വിടാൻ ശത്രു അനുവദിക്കുന്നില്ല. ഇവിടെ അബ്രഹാമിന്റെ സന്തതിയെ കുറിച്ച് പറയാ, അവര് കൈവശമാക്കൂന്ന്, കീഴടക്കുമെന്ന്. അപ്പോ നിങ്ങളിലേക്ക് വരാനുള്ള നന്മ അവിടെ തടയപ്പെടുകയല്ലേ? കാരണം എന്താ? പിതാവ് വിശ്വസ്തനായിരുന്നതാണ് മക്കളുടെ അനുഗ്രഹത്തിന് കാരണം. ഇന്ന് എന്റെ മാതാപിതാക്കൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ ദൂതന് നിങ്ങളൊന്ന് ആമേൻ പറഞ്ഞൊരു തീരുമാനം എടുക്കണം. ഇന്ന് ഈ ദൈവശബ്ദത്തിന് നിങ്ങളൊരു ആമേൻ പറഞ്ഞ ഒരു തീരുമാനം എടുക്കണം. അപ്പൻ സ്വർഗത്തിന് ചെവി കൊടുത്തത് കൊണ്ട് അപ്പന്റെ ചെവിക്ക് തന്നെ ഈ നല്ല വർത്തമാനം കേട്ടെ. കമോൺ. അമ്മ സ്വർഗത്തിന് ചെവി കൊടുക്കുന്ന അമ്മയാണെങ്കിൽ അമ്മയുടെ ചെവി തന്നെ ഈ മകനെ കുറിച്ചും മകളെ കുറിച്ചുള്ള നല്ല വർത്തമാനം ദൈവം കേൾപ്പിക്കും. നിങ്ങൾ സ്വീകരിക്കുക ദൂത്. ഞാൻ വചനത്തിൽ നിന്നാണ് ഈ പ്രവചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എനിക്ക് സ്വയത്തിൽ നിന്ന് എടുത്തു പറയാൻ ഒന്നുമില്ല. ഈ ഒരു പുസ്തകം മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ. ഇത് ആത്മാവ് ഇടപെടുന്ന ദൈവശബ്ദങ്ങളാണ്. പ്രത്യേകിച്ച് ഈ പ്ലാറ്റ്ഫോമിൽ കർത്താവ് പറയുന്നതെല്ലാം പരിശുദ്ധാത്മാവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ദൈവശബ്ദം ആവശ്യമുള്ളവരെ ഇതിനകത്തുള്ളൂ. ഈ ദൈവശബ്ദം ആവശ്യമുള്ളവരെ ഇന്ന് ഇതിനകത്ത് കേൾക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരും പോയി. പ്രൈസ് ടു ജീസസ്. വചനം പറയാ, അപ്പൻ സ്വർഗത്തിന് ചെവി കൊടുത്തത് കൊണ്ടും സ്വർഗത്തിന്റെ സ്പന്ദനങ്ങൾ അപ്പനിലൂടെ ഈ ഭൂമിയിൽ നടപ്പാകുന്നത് കൊണ്ടും മക്കൾ അപ്പനാൽ അനുഗ്രഹിക്കപ്പെട്ടു. അപ്പന്റെ വിശ്വസ്തത കൊണ്ട്, അപ്പന്റെ ദൈവസന്നിധിയിലെ നീതി കൊണ്ട് അബ്രഹാമിന്റെ സന്തതികളിലൂടെ എല്ലാ സന്തതികളും അനുഗ്രഹിക്കപ്പെട്ടു. ഇത് നമ്മുടെ പൂർവ്വപിതാവാകുന്ന അബ്രഹാം വിശ്വസ്തനായിരുന്നത് കൊണ്ട് ഇവിടെ ഞാൻ ഒരുവനിരുന്ന് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടും നിങ്ങളോട് ഈ സുവിശേഷം അറിയിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ ദൈവശബ്ദം വിശ്വസിക്കാൻ കൃപയുണ്ടെങ്കിൽ ഇന്ന് ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുക്കാം. ഇന്നു മുതൽ സ്വർഗം പറയുന്ന ഓരോ ശബ്ദത്തിനും ഞാൻ മൂവ് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വെറുതെ അല്ല. പ്രാർത്ഥന നിങ്ങളുടെ ജീവിതം മാറ്റും. നിങ്ങൾ ഉപവസിക്കുന്നത് വെറുതെ അല്ല. ഉപവാസവും പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റും. വചനം കേൾക്കുന്നതും വചനം വായിക്കുന്നതും വെറുതെ അല്ല. നിങ്ങളുടെ വചന വായനയിലൂടെ വചനം ചലിച്ച് നിങ്ങളുടെ ലൈഫിനെ രൂപാന്തരപ്പെടുത്താൻ തുടങ്ങും. അപ്പനും അമ്മയും ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരുന്നാൽ തലമുറകളുടെ ഐശ്വര്യമായ ഭാവി കണ്ട് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും. അപ്പന് ദൈവം കൊടുക്കുന്ന കമ്മിറ്റ്മെന്റ് ആണ്. ഓ ജീസസ്. അപ്പന് ദൈവം കൊടുക്കുന്ന കമ്മിറ്റ്മെന്റ് ആണ്. അബ്രഹാമേ, നീ എന്റെ വാക്ക് കേട്ട് ഇത് ചെയ്യുക കൊണ്ട് നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണം കൈവശമാക്കും. മക്കൾക്ക് ലഭിക്കേണ്ട നന്മ തടയപ്പെടുന്നുണ്ടോ? പ്രാർത്ഥിച്ചാട്ടെ. നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണം കൈവശമാക്കും. നിങ്ങളിലേക്ക് വരാനുള്ള നന്മ തടയുന്നുണ്ടോ? പ്രാർത്ഥിച്ചേ. ദൈവശബ്ദം ഇനി നിങ്ങളുടെ പേര് പറഞ്ഞ് ദൈവം വിളിച്ചാൽ, ഇനി നിങ്ങളുടെ പേര് പറഞ്ഞ് ദൈവം വിളിച്ചാൽ നിങ്ങൾ അടിയനിതാ പറയാൻ നിങ്ങൾ ശ്രദ്ധാലു ആയിരിക്കണം.
പലരോടും ദൈവം സംസാരിക്കുന്നുണ്ട്, പക്ഷെ ആരും അറിയുന്നില്ല. എല്ലാവർക്കും അനുഗ്രഹങ്ങൾ മതി, അവരുടെ വിഷയങ്ങൾക്കുള്ള മറുപടി മതി, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടാൽ മതി. ആർക്കും ദൈവം എന്തു പറയുന്നു എന്ന് അറിയണ്ട, പഠിക്കണ്ട. അവർക്ക് ആവശ്യം റെഡിമെയ്ഡ് സൊല്യൂഷൻസ് ആണ്. ഇതാണ് ദൈവം ആരോടും സംസാരിക്കാത്തത്. ആ പട്ടണത്തിൽ അബ്രഹാം മാത്രമൊന്നും അല്ല ഉണ്ടായിരുന്നത്. വിഗ്രഹാരാധിയായിട്ട് അബ്രഹാമും അബ്രഹാമിന്റെ അപ്പനും മാത്രമൊന്നും അല്ല ഉണ്ടായിരുന്നേ. പക്ഷെ ദൈവം അബ്രഹാമിനെ വിളിക്കാൻ കാരണം അബ്രഹാം ശ്രദ്ധയുള്ളവനായിരുന്നു. ദൈവം എന്തു പറയോ കേൾക്കും. അബ്രഹാമിന് വല്ലതും കിട്ടുന്ന കാര്യത്തിനല്ല അബ്രഹാം ചെവി കൊടുത്തോണ്ടിരുന്നത്. മനസ്സിലായോ? അബ്രഹാമിന് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള കാര്യത്തിനല്ല അബ്രഹാം ചെവി കൊടുത്തോണ്ടിരുന്നത്. പ്രൈസ് ടു ജീസസ്. നമ്മൾ ഈ ബ്ലെസ്സിങ്ങിന്റെ പിറകെ പോകുമ്പോൾ ഭയങ്കരമായ പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. ഞാൻ ഇവിടെ പറയുന്ന ബ്ലെസ്സിങ്ങിന്റെ പിന്നിലത്തെ മാനദണ്ഡം എന്താന്ന് ചോദിച്ചാൽ, ദൈവ ശബ്ദത്തിന് മൂവ് ചെയ്യുന്നവന് മാത്രമേ ബ്ലെസ്സിങ് ഉള്ളൂ. നിസ്സംശയം പറയാം. അത് കേൾക്കുന്നവനാണെങ്കിലും പ്രസംഗിക്കുന്നവനാണെങ്കിലും എല്ലാവർക്കും നിയമം ഒരുപോലെ തന്നെ. അത് സംശയമൊന്നുമില്ല, തിരുവെഴുത്തിന്റെ നിയമം അത്. ഹല്ലേലൂയ. ദൈവം വിളിക്കുമ്പോ രാത്രി 2 മണിക്കായിരിക്കാം ശമൂവേലേ ശമൂവേലേ എന്ന് ദൈവം വിളിക്കുന്നേ. 6 മണി ആയില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞു കിടന്നാൽ പിന്നെ ശമൂവേലേ എന്ന് വിളിക്കാൻ ദൈവം വരണമെന്നില്ല. സ്തോത്രം. 3 മണിക്കായിരിക്കാം വിളിക്കുന്നേ, അർദ്ധരാത്രിയിലായിരിക്കാം വിളിക്കുന്നേ. ഗ്ലോറി. ആമേൻ. പിന്നെ ദൈവം വന്ന് പിന്നെയും ശമൂവേലേ ഞാൻ അന്ന് വന്ന ആളാ, ഇത്ര വട്ടം വിളിച്ചു എന്നൊന്നും പറഞ്ഞ് റിമൈൻഡ് ചെയ്യാൻ കർത്താവ് വരികയില്ല. ഇവിടെ 12-ാമത്തെ അധ്യായത്തിൽ വന്നപ്പോ മുഖം ചുളിക്കാത്ത ഒരുവൻ ഭൂമിയിലുണ്ടെന്നും സ്വർഗത്തിലേക്ക് ചെവി വെച്ചിരിക്കുന്ന ഒരുവൻ ഈ പട്ടണത്തിലുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് 22-ാമത്തെ അധ്യായത്തിൽ ദൂതൻ ഇറങ്ങിയത്. ആമേൻ. അതുകൊണ്ട് ഇന്ന് ഈ ദൈവശബ്ദത്തിന് നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിക്കുക. കർത്താവ് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യും. നിങ്ങളുടെ മക്കളെ സ്വർഗ്ഗം അനുഗ്രഹിക്കും. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. നിങ്ങളെ പരിശുദ്ധാത്മാവ് യൂസ് ചെയ്യും. ഇവിടെ നോക്കിയേ പറയുന്നത്, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും, നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും. നീ എന്റെ വാക്കനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് ഞാൻ എന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഇന്ന് ഈ ശബ്ദത്തിന് എത്ര പേർക്ക് ഒരാമേൻ പറയാൻ പറ്റും? ദൈവത്തിന്റെ നാമത്തിൽ തന്നെ, ദൈവനാമത്തിൽ തന്നെ സത്യം ചെയ്യാൻ ഭാഗ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു അബ്രഹാം എന്ന് പറയുന്നത്. ഞാൻ ഇതിന്റെ പിന്നിലത്തെ കാരണം പറയാം. 3 വിധ അനുസരണങ്ങൾക്ക് 5 വിധ അനുഗ്രഹങ്ങളാണ് അബ്രഹാം പ്രാപിച്ചത്. ഞാൻ അതോടെ പറഞ്ഞിട്ട് നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാൻ പോവാം. 3 വിധ അനുസരണങ്ങൾക്ക് 5 വിധ അനുഗ്രഹങ്ങൾ. നോക്ക്, 1, നീ ഇത് ചെയ്തതുകൊണ്ട്. 2, നീ നിന്റെ ഏകമകനെ തരുവാൻ മടിക്കായിക കൊണ്ട്. 3, നീ എന്റെ ശബ്ദം കേട്ട് അനുസരിച്ചത് കൊണ്ട്. 3 വിധ അനുസരണമേ കാണിച്ചുള്ളൂ. 3 വിധ അനുഗ്രഹം. ഇതിന്റെ എല്ലാം കാരണം, ഇത്രയും 3 വിധ അനുസരണം കാണിക്കാൻ കാര്യം എന്താ? ഒരൊറ്റ പ്രവൃത്തി, ദൈവ ശബ്ദം കേട്ടു. പ്രിയപ്പെട്ട കുടുംബമേ, നിങ്ങൾ ദൈവ ശബ്ദം കേട്ട് ഇറങ്ങി പുറപ്പെട്ട ഒരു കുടുംബമാണെങ്കിൽ, നിങ്ങളെ വഴിയിലിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് കൂറുമാറുന്ന ഒരു ദൈവമല്ല ഇന്ന് ഞാൻ പ്രസംഗിക്കുന്നത്. നിങ്ങളോട് ദൈവം എന്തെങ്കിലും ഒന്ന് ആണയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ അറിയിച്ചിട്ടുണ്ടെങ്കിൽ, അവൻ അത് നിന്റെ ജീവിതത്തിൽ നിവർത്തിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനാണ്. 5 വിധ അനുഗ്രഹങ്ങൾ എന്താന്ന് ചോദിച്ചാൽ, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിക്കും, നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും, നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അബ്രഹാമിന് ഇതിലും വലിയ ഒരു, അബ്രഹാമും അബ്രഹാമിന്റെ മക്കളുടെ മക്കളും അബ്രഹാമിന്റെ ദൈവാശ്രയത്വം കൊണ്ട് അനുഗ്രഹിക്കപ്പെടുകയാണെങ്കിൽ, ഒരു പിതാവിനെ സംബന്ധിച്ച്
ഇതിലും വലിയ ഒരു ഭാഗ്യം ആ മനുഷ്യൻ ഇനി വരാനുണ്ടോ? പരലോകത്തിലും ആ മനുഷ്യൻ സ്വസ്ഥമായിട്ടിരിക്കുകയാണ്. മാതാപിതാക്കളെ, ഇതാണ് നമുക്ക് ഈ ഭൂമിയിൽ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കരുതൽ. എന്താന്ന് ചോദിച്ചാൽ, അപ്പനും അമ്മയും ദൈവസന്നിധിയിൽ വിലയുള്ളവരും ദൈവസന്നിധിയിൽ ബന്ധമുള്ളവരും ആയിരിക്കണം. അതിലൂടെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. അമ്മേ, നിങ്ങൾ കരഞ്ഞതിൻ്റെ മറുപടി നിങ്ങളുടെ മക്കളിലൂടെ നിങ്ങൾ കണ്ടിരിക്കും. നിങ്ങൾ ദൈവസന്നിധിയിൽ നിലവിളിച്ചതിൻ്റെ മറുപടി നിങ്ങളുടെ മക്കളിലൂടെ നിങ്ങൾ കണ്ടിരിക്കും. നീ ബന്ധുക്കളെ വിട്ടതുകൊണ്ടും ചാർച്ചക്കാരെ വിട്ടിറങ്ങിയതുകൊണ്ടും സ്വന്തം പട്ടണം വിട്ടിറങ്ങിയതുകൊണ്ടും ഇന്നൊത്തിരി പേരുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കേണ്ട ഒരവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിലും ദൈവത്തിൻ്റെ വചനം വ്യക്തതയോടെ നമ്മെ പഠിപ്പിക്കുന്നു. ദൈവശബ്ദം കേട്ടിറങ്ങിയവർ മാത്രമല്ല അനുഗ്രഹിക്കപ്പെട്ടത്, അവരിലൂടെ ഉരുവായ സന്തതി പരമ്പരകളും അനുഗ്രഹിക്കപ്പെട്ടു എങ്കിൽ ഇന്ന് ചോദിക്കുന്നവരുടെ മുമ്പേ, ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വിരൽ ചൂണ്ടുന്നവരുടെ മുമ്പേ, ഇന്ന് നിങ്ങളെ ആക്ഷേപിക്കുന്നവരുടെ മുൻപേ എൻ്റെ ദൈവം നിങ്ങളുടെ മക്കളോട് കൂടെ നിങ്ങളെ അനുഗ്രഹിച്ച് തല ഉയർത്തുമെന്ന് പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ പ്രവചിക്കുകയാണ്. ഹല്ലേലൂയ. സ്വന്തമായിരുന്നതും ഉപേക്ഷിച്ച് ദൈവം കരുതിക്കൊള്ളും, ദൈവം തരുമെന്ന് പറഞ്ഞൊക്കെ ഇറങ്ങിയിട്ടിപ്പ എന്തായി എന്നൊക്കെ ചോദ്യം ചെയ്ത് ഇന്ന് ആ ചോദ്യത്തിന്റെ മുമ്പിൽ ഉത്തരം മുട്ടി നിൽക്കുന്ന ചില വ്യക്തിത്വങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ഇറങ്ങിയത് ദൈവ ശബ്ദം കേട്ടാണെങ്കിൽ, അവൻ നിന്നോട് അറിയിച്ചത് അവന്റെ നാമത്തിൽ തന്നെ ആണയിട്ടാണെങ്കിൽ അവൻ അത് നിവർത്തിപ്പാൻ അന്ത്യത്തോളം വിശ്വസ്തൻ. Glory to Jesus. ഹൗറാബ ശംധാരാബ ഹസ്താരാബ റിയാംഥാലാബ ഷൈഡാലാബ ഹർഥനാബ ശഖേരിയാംധരാൽബ്രഹസിയാന ശഖേനിയാർഥന ഘടകബൗഷസ്. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. കർത്താവായ യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. ഞാനിതാരോടൊക്കെ പ്രവചിക്കുകയാണ്. എനിക്കറിയാം ഇതിനകത്ത് ഒത്തിരി വേദനിക്കപ്പെട്ട ഹൃദയങ്ങളുമായി കയറിയിട്ടുള്ളവരുണ്ട്. ഞാൻ അവരോടൊക്കെ ആത്മനിറവിൽ ഞാൻ പ്രവചിക്കുകയാണ്. നിങ്ങളൊരു ദൈവശബ്ദം കേട്ടിട്ടാണ് ഇന്നും വിശ്വസ്തയോടെ നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ലജ്ജിച്ചു പോകത്തില്ല പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ തല കുനിയുന്നതും സ്വർഗം കുനിയുന്നതും ഒരുപോലെയാണ്. ദൈവത്തിൻ നാമത്തിലാണ് നിങ്ങളെ ദൈവം വിളിച്ചിറക്കിയത്. ദൈവത്തിന്റെ നാമത്തിലാണ് ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തത്. നിങ്ങളുടെ തല കുനിയുന്നതും ദൈവത്തിന്റെ തല കുനിയുന്നതും ഒരുപോലെയാണ്. നിങ്ങൾ ദൈവശബ്ദത്തിന് ചെവി കൊടുക്കുന്നവരും ദൈവം കാണിക്കുന്ന ദർശനത്തിനൊത്തവണ്ണം ചലിക്കുന്നവരും ദൈവത്തിന്റെ ഇടപാടുകൾക്കൊത്തവണ്ണം ചുവട് വയ്ക്കുന്നവരുമാണെങ്കിൽ നിശ്ചയമായിട്ടും നിന്നെ മാത്രമല്ല, നിന്നെ വിളിച്ചിരിക്കുന്ന ദൈവം നിന്റെ ഭക്തിയോടെ, നിന്റെ ഭക്തി നിമിത്തം, പ്രാർത്ഥന നിമിത്തം നിന്റെ മക്കളെ കൂടെ അനുഗ്രഹിച്ചു വർദ്ധിപ്പിപ്പാൻ വിശ്വസ്തനാണ്. പ്രാർത്ഥിച്ചേ. ആരും മൗനമായിട്ടിരിക്കരുത്. പ്രാർത്ഥിച്ചേ. ആരുടെയൊക്കെയോ ലൈഫിലെ അനുഗ്രഹങ്ങളുടെ കെട്ടുകൾ അഴിയുന്ന ഒരു സമയമായത്. ആരുടെയൊക്കെയോ പ്രാർത്ഥനയുടെ മറുപടികളുടെ കെട്ടുപൊട്ടുന്ന ഒരു സമയമായത്. ആരുടെയൊക്കെയോ ജീവിതത്തിലെ അടുത്ത ഒരു റിലം തുറക്കാൻ തടസ്സമായി നിൽക്കുന്നത് തകരുന്ന ഒരു സമയമായി. വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടുകൂടെ മൂവ് ചെയ്യുന്ന ചിലരുടെ മേൽ കർത്താവ് ശക്തിയോടെ തൊടുന്നത് എനിക്ക് കാണാം. നീ എല്ലാ കാലവും നീ ആക്ഷേപിക്കപ്പെടുമെന്ന്, എല്ലാ കാലവും നിങ്ങൾ പരാജയപ്പെടുമെന്ന്, എല്ലാ കാലവും നിങ്ങൾ ഉയർച്ചയില്ലാതെ ചില ശത്രുക്കളുടെ കൺവെട്ടത്ത് തന്നെ കിടക്കുമെന്ന് വെല്ലുവിളിക്കുന്ന ഇരുട്ടിന്റെ വാദം ഇന്ന് യേശുവിന്റെ നാമത്തിൽ തകരുകയാണ്. നീ ഇവിടുന്ന് അടുത്ത ഒരു ഗതി നിനക്ക് പിടിക്കത്തില്ലെന്ന്, അടുത്തൊരു മൂവിലേക്ക് നിന്നെ വിടത്തില്ലെന്ന് നിർബന്ധം പറയുന്ന ചില ഇരുട്ടിന്റെ വാദം ഈ സമയം പൊട്ടുന്നു. സ്വീകരിക്കുക. Receive the fire. ഈ തീ
ഈ തീ ചില വാദങ്ങൾ കരിക്കുകയാണ്. ഈ തീ ചില ബന്ധനങ്ങൾ അഴിക്കുകയാണ്. ഈ തീ ചില കെട്ടുകൾ പൊട്ടിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. യെസ്, പ്രാപിക്ക. ഓ, കർത്താവ് ചിലരെ തൊടുകയാണ്. നിന്നെ മുമ്പോട്ട് പോകാൻ വിടാത്തത് ഒരു പൈശാചിക ശക്തിയാണെങ്കിൽ, നിങ്ങളുടെ മക്കളെ മനം തിരിയാൻ അനുവദിക്കാത്തത് ഒരു ഇരുട്ടിന്റെ ബന്ധനമാണെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിന് ഒരു ഉണർവ് വരാൻ അനുവദിക്കാത്തത് ചില ദുഷ്ടാത്മസേനകളാണെങ്കിൽ, ഇപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് തീയിൽ ഉത്തരമരുളുന്നു. സ്വർഗം നിന്റെ കുടുംബത്തെ സന്ദർശിക്കുന്നു. യെസ്, Jesus, the fire. Sharama hastaraba ralbra hatheri amthara. യേശുവിന്റെ നാമത്തിൽ രക്തത്താൽ ജയമെടുക്കുന്നു. ഹോ ഷട്ടാലബ നിഖാമ ഷന്ദേരിയ. യേശുവിന്റെ നാമത്തിൽ നിഖാമാന ശിഖേനി അംധര റൽബ്ര ഹഥേരി അംധരബ. യേശുവേ, വിളിച്ചു പ്രാർത്ഥിച്ചേ. യേശുവേ എന്നൊന്ന് വിളിച്ചേ. ആ വായി കൊണ്ട് നിങ്ങൾ വിളിക്കുക. അധരത്തിൽ ആ നാമം എടുക്കുക. എല്ലാ കെട്ടുകളും അഴിക്കുന്ന നാമം, സകല മുഴങ്കാലും മടങ്ങുന്ന നാമം, എല്ലാ ദുഷ്ടന്റെ കോട്ടകളും ഇടിയുന്ന നാമം, യേശുവിന്റെ നാമം. ജയം 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 ജയം. പരാജയങ്ങൾ മാറുന്നു. പൈശാചിക ശക്തികൾ പിന്മാറുന്നു. പരാജയങ്ങൾ മാറുന്നു. ഭയം മാറുന്നു. ചില മനസ്സിൽ നിന്ന്, ചില ഹൃദയത്തിൽ നിന്ന് ഭയത്തിന്റെ സ്പിരിറ്റ് ഔട്ട്. ശേരാമ ഹസ്തരഗദ രഗജദന ശഗദ രഗജഗദനഗദ ശംധന ശധാരഗദ രഗദജാന ഭൗഷദജദന ശധേരിയംധനബ. അടുത്ത ഒരു റിലത്തിലേക്ക്, അടുത്തൊരു ബ്ലെസ്സിങ്ങിലേക്ക്, അടുത്ത ഒരു ഉയർച്ചയിലേക്ക് പോകാൻ അനുവദിക്കാതെ ലിമിറ്റ് ചെയ്ത് ശത്രു വരച്ച സർക്കിളിനകത്ത് നിർത്തിയിരിക്കുന്ന ചില ഫാമിലിയുടെ സർക്കിൾ പൊട്ടുകയാണ്. യെസ്, സ്വീകരിക്കുക. ജീസസ്. ഇരുട്ടിന്റെ കണ്ണുകൾ നിന്റെ മക്കളെയാണോ ഉന്നം വെച്ചേക്കുന്നത്? ശത്രുവിന്റെ ആയുധം നിന്റെ മക്കളുടെ തോളിലാണോ വെച്ചിരിക്കുന്നത്? അവന്റെ ഉന്നം നിന്റെ തലമുറകളിലേക്കാണോ? അബ്രഹാം സ്വർഗത്തിന് ചെവി കൊടുത്തിട്ടുണ്ടെങ്കിൽ മക്കളെ അനുഗ്രഹിക്കാമെന്ന് ആമേൻ ദൈവം പറഞ്ഞത് അപ്പനോട്. നീ കേട്ട ദൈവശബ്ദം വെറുതെയല്ല. നിന്നോട് സംസാരിച്ചവൻ വാക്കുമാറുന്നവനുമല്ല. നിന്നോട് വാഗ്ദത്തം ചെയ്തവൻ ഒരു മനുഷ്യനുമല്ല. അവൻ ദൈവമാകയാൽ ദൈവത്തോളം വിശ്വസ്തത അവന്റെ വാക്കിനുള്ളത് കൊണ്ട് നിന്റെ സന്തതി ഇപ്പോൾ ആ ശബ്ദത്തിങ്കൽ വിടുവിക്കപ്പെടുകയാണ്. Come on. Jesus. 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 Shatana digarega jaduni rigashata jadanaga prabalgamanaga radadaga shagadaraga shatini prabala brigathuna rigada shamtheri amthana ragasigada jagal kamanagada shamtheria prabartheni amthanaga ragada shamdhura balagada. സ്വർഗീയ പിതാവേ, ജനത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. ഞങ്ങളുടെ നടുവിൽ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യത്തിനായി നന്ദി. ഞങ്ങളുടെ നടുവിൽ വ്യാപിക്കുന്ന കർത്തൃശക്തിക്കായി സ്തോത്രം. ഞങ്ങൾ ഈ ശക്തിയെ റെസ്പെക്ട് ചെയ്യുന്നു ഡാഡി. ഞങ്ങൾ ഈ ശക്തിയെ സ്വീകരിക്കുന്നു. ഒട്ടും കുറയാതെ, അളവിൽ കുറയാതെ വർദ്ധിച്ച് 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 മുൻപോട്ട് പോകാൻ ഞങ്ങളെ കർത്താവ് സഹായിക്കണമേ. കർത്താവേ,
എന്നെ കേൾക്കുന്ന ഓരോ ജനത്തെയും ഞാൻ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അവരുടെ ജീവിതം, അവരുടെ മക്കൾ, അവരുടെ ഭാവി എല്ലാം തന്നെ അനുഗ്രഹമായിരിക്കട്ടെ കർത്താവേ. ഇവർ അങ്ങയെ ആകുന്നുവല്ലോ കർത്താവെ അറിഞ്ഞിരിക്കുന്നത്. ഇവരെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരാരും നശിച്ചു പോകാതെ കർത്താവെ നിത്യതയോളം എത്തുവാൻ ദൈവാത്മാവ് കൃപ കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗം വലിയ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ചെയ്തിരിക്കയാൽ നന്ദി. ഇന്ന് സൗഖ്യങ്ങൾ ഇതിനകത്ത് നടന്നിരിക്കയാൽ സ്തോത്രം. വിടുതൽ ഇതിനകത്ത് നടന്നിരിക്കയാൽ സ്തോത്രം. ഞാൻ ഇവരെ നിറഞ്ഞ മനസ്സോടെ ബ്ലസ് ചെയ്യുന്നു. അതിന് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വലിയ സൗഖ്യങ്ങൾ, ഡെലിവറൻസുകൾ, ദൈവപ്രവർത്തികൾ ഇന്നത്തെ മീറ്റിംഗ് നടന്നിട്ടുണ്ട്. നിസ്സംശയം ഞാൻ പറയുന്നു. നിങ്ങളുടെ സാക്ഷ്യങ്ങളൊക്കെ ഞങ്ങളുടെ ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ച് അറിയിക്കുക. ഞങ്ങൾക്ക് ഈ നമ്പറിൽ വാട്സാപ്പ് ഉണ്ട്. വാട്സാപ്പിൽ നിങ്ങൾ ഞങ്ങളെ അറിയിക്കുക ദൈവം എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തതെന്നുള്ളത്. ഒത്തിരി അത്ഭുതങ്ങൾ ദൈവം ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെ 6:30 വൈകിട്ട് 6:30 നമുക്ക് ലൈവായിട്ട് ഈ ചാനലിൽ മീറ്റിംഗ് നടക്കുന്നു. മിസ് ചെയ്യരുത്. ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസവും നിങ്ങൾ രാവിലെ 6:30 വൈകുന്നേരം 6:30 ദൈവവചന കേൾവിക്കായി മാറ്റി വയ്ക്കുക. ഇപ്പോൾ ഈ വീഡിയോ ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്നവർ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക, മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നിങ്ങൾ ദൈവരാജ്യത്തിൽ പങ്കാളികളായി തീരുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ അറിയിക്കാനുള്ള അവസരമുണ്ട്. അത്യാവശ്യ കോൾസ് നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട്. കർത്താവ് വലിയ കാര്യങ്ങൾ നിങ്ങളുടെ നടുവിൽ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പ്രത്യേകാല എല്ലാ ദിവസവും വളരെ താല്പര്യത്തോടെ, വളരെ പ്രതീക്ഷയോടെ നമ്മുടെ ഈ യൂട്യൂബിലാണെങ്കിലും സൂമിലാണെങ്കിലും കയറുന്ന ഒത്തിരി ദൈവമക്കളുണ്ട്. നിങ്ങളെ നിശ്ചയമായി എൻ്റെ ദൈവം അനുഗ്രഹിക്കും. പലരും കുടുംബമായിട്ടാണ് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത്. അതിലും വലിയൊരു സന്തോഷവും അനുഗ്രഹവും വേറെയില്ല. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിനകത്തൊക്കെ ദൈവ സാന്നിധ്യം പരക്കും, വ്യാപിക്കും. ദൈവം വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. അത് ദൈവം തന്നെ തിരുവെഴുത്തി പറയുന്ന വാക്കാണ്. അവൻ്റെ വാക്കിനോ വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ലാത്തത് കൊണ്ട് നമുക്ക് ധൈര്യമായി വിശ്വസിക്കാൻ നമുക്ക് വകയുണ്ട്. നമുക്ക് ധൈര്യമായിട്ട് ആ കൃപാസനത്തിനടുത്തേക്ക് അടുത്ത് ചെല്ലുകയും ചെയ്യാം. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ. വലിയ അത്ഭുതങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിൽ ചെയ്യട്ടെ. കർത്താവ് വിശ്വസ്തനാകുന്നുവല്ലോ. അവൻ അന്ത്യത്തോളം നമ്മെ ചുമപ്പാൻ വിശ്വസ്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. ആ അബ്രഹാമിൻ്റെ അനുഗ്രഹമാണ് ഇന്ന് ജാതികളാകുന്ന നമ്മുടെ മേൽ ദൈവം പകർന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അടുത്ത ദിവസം നാം ഒരുമിച്ച് കാണുന്നത് വരെ അത്യുന്നതൻ്റെ ചിറകിൻ്റെ കീഴിൽ കർത്താവ് നമ്മളെല്ലാവരെയും സൂക്ഷിക്കട്ടെ. I bless you in Jesus' almighty name. Amen.